നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ തലച്ചോറാണ് ശരീരത്തിൻ്റെ അവയവങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത്. തലച്ചോറിനുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അത്തരത്തിലൊരു പ്രശ്നമാണ് അപസ്മാരം. അപസ്മാരത്തിന് ഇന്ന് നൂതനമായ ചികിത്സാ രീതികൾ നിലവിലുണ്ട്. എങ്കിലും ഈ ആരോഗ്യ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി നിരവധി സംശയങ്ങളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട്. അപസ്മാരത്തിനുള്ള ചികിത്സകളെക്കുറിച്ചും ഇത്തരം തെറ്റിദ്ധാരണകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളത്തെ VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ബിന്ദു വർഗീസ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ അപസ്മാരത്തിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ് അപസ്മാരം എന്നുള്ളത് തന്നെയാണ്. പ്രപഞ്ച സൃഷ്ടികളിൽ ഏറ്റവും മഹത്തരമായത് മനുഷ്യൻ തന്നെയാണ്. എന്നാൽ എന്താണ് മനുഷ്യനെ ഈ വിശേഷ ബുദ്ധി ഉള്ള ഒരുവനാക്കി തീർക്കുന്നത് എന്ന് ചിന്തിച്ചാൽ, കേവലം 1.5 കിലോയിൽ താഴെ മാത്രം തൂക്കമുള്ള മനുഷ്യ മസ്തിഷ്കം എന്ന അവയവമാണ് അതിന് കാരണം എന്നുള്ളതിൽ 2 ഉത്തരങ്ങളില്ല. ഈ മസ്തിഷ്കത്തിൽ ഏതാണ്ട് 100 കോടി ന്യൂറോണുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തന സമയത്ത് വൈദ്യുത തരംഗങ്ങൾ അവയ്ക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഈ വൈദ്യുത തരംഗങ്ങളിലെ വ്യതിയാനങ്ങളാണ് അപസ്മാരത്തിന് കാരണം. അമിതമായും അനിയന്ത്രിതമായും ഈ ന്യൂറോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ് അപസ്മാരം സംജാതമാകുന്നത്. അപ്പോൾ നമുക്ക് ഈ അപസ്മാരം ഇല്ലാത്ത ഒരു വ്യക്തിയും അപസ്മാരമുള്ള വ്യക്തിയും തമ്മിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം തരംഗങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് മാത്രമുള്ളതാണോ, അതോ നമുക്കും തരംഗങ്ങളുണ്ട്, പക്ഷേ ഇതിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ ചിലരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു, അങ്ങനെയാണോ? അത് വൈദ്യുത തരംഗങ്ങൾ ഈ മസ്തിഷ്കം പ്രവർത്തിക്കുന്ന എല്ലാവരിലും ഒരേപോലെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അവ അബ്നോർമൽ ആകുമ്പോൾ, അമിതമാകുമ്പോൾ, അനിയന്ത്രിതമാകുമ്പോൾ അപ്പോഴാണ് അത് അപസ്മാരത്തിന് കാരണമാകുക. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടറോട് സംസാരിക്കാനാണല്ലോ? അതെ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ കുഞ്ഞിന് മകളാണ്, 8 വയസ്സായിട്ടുണ്ട്. ശരി, ഹലോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിന് 8 വയസ്സായിട്ടുണ്ട്. ശരി. അതിന് ഒരു വർഷം മുമ്പ് പെട്ടെന്ന് തന്നെ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ അപസ്മാരത്തിന്റെ ചെറിയ ലക്ഷണം പോലെ കാണിച്ചു. ശരി. അതിനുശേഷം ഞങ്ങള് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി. ഇപ്പോ കൊടുക്കുന്നത് ലോബോസം എന്ന് പറയുന്ന മരുന്ന് രാവിലെ 1.5, വൈകിട്ട് 1 ഗുളിക വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാൽപ്പാരിനും കൊടുക്കുന്നുണ്ട്. എന്നാല് പിന്നെ ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ഇപ്പൊ 1 കൊല്ലമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഡോക്ടർമാര് പറഞ്ഞത് ഇത് തന്നെ മരുന്ന് കൊടുത്തില്ലെങ്കിൽ പോലും തന്നെ മാറുന്ന ടൈപ്പിലുള്ളതാണെന്ന് പറഞ്ഞു. എങ്കിലും ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എത്ര കാലം കൊടുക്കേണ്ടി വരും? 8 വയസ്സാണ് പ്രായം. 8 വയസ്സായ ഒരു കുട്ടിയിൽ അപസ്മാരം കാണപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. അത് EEG എന്ന ടെസ്റ്റ് എടുത്തിരുന്നോ? EEG എന്ന ടെസ്റ്റ് എടുത്തിരുന്നോ? EEG ചെയ്തിരുന്നു, MRI ചെയ്തിരുന്നു. MRI നോർമൽ ആയിരുന്നോ? MRI നോർമലാണ്, പക്ഷെ EEGയിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. മിക്കവാറും ബിനൈൻ റൊളാൻഡിക് ടൈപ്പ് ഓഫ് എപ്പിലെപ്സി ആകാനാണ് സാധ്യത. ഇത് അപ്പോൾ അത്തരം അപസ്മാരം സാധാരണ ടീനേജിൽ, അതായത് കൗമാരദശ ആരംഭിക്കുന്ന സമയത്ത് സ്വയം കുറഞ്ഞ് ഇല്ലാതെയാകുന്ന ഒരു തരം അസുഖമാണ്. എന്നാൽ ഇത് അപസ്മാരം രാത്രിയിൽ ഉണ്ടാകുവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ മരുന്ന് കൊടുക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. മരുന്ന് കൊടുത്തതിന് ശേഷം ഈ പ്രായമാകുമ്പോൾ പതുക്കെ നമ്മൾ വീണ്ടും EEG എടുത്ത് നോക്കിയിട്ട് മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഭയപ്പെടാനുള്ള ഒരു അസുഖമേ അല്ലാതെ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. ആ കോൾ കട്ടായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ കോളർ പറഞ്ഞ പോലെ തന്നെ ഈ അപസ്മാരം എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്കൊരു ഭയമാണ്, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പലതരത്തിലുണ്ടോ അപസ്മാരം? അപസ്മാരം പല പ്രായത്തിൽ ഉള്ള ആൾക്കാരെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇപ്പോൾ പിറന്നു വീണ ഒരു കുട്ടിയിൽ തുടങ്ങി മരണാസന്നനായ രോഗികളിൽ വരെയും കാണപ്പെടുന്ന ഒരു രോഗമാണ്. ഇതിൻ്റെ കാരണങ്ങളും ഓരോ പ്രായത്തിലും വിഭിന്നമായിരിക്കും. ചെറുപ്രായത്തിൽ ജനിതകമായ തകരാറുകൾ, ജന്മവൈകല്യങ്ങൾ, തലച്ചോറിനുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, തലക്കേറ്റ ക്ഷതം, ഇവയെല്ലാം അപസ്മാരത്തിന് കാരണമാകാം. അതുപോലെ തന്നെ പ്രായമുള്ളവരിൽ ട്യൂമറുകൾ, രക്തയോട്ടത്തിന് വരുന്ന ചംക്രമണത്തിലെ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ രക്തക്കുഴലുകൾക്ക് വികസനം സംഭവിക്കുക എന്നീ കാരണങ്ങൾ കൊണ്ട് അപസ്മാരം ഉണ്ടാകാം. അപ്പോൾ അപസ്മാരത്തിൻ്റെ കാരണത്തെയും
അത് ഏതൊക്കെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാക്കുന്നു എന്നതിനെ ആശ്രയിച്ചുമാണ് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും എല്ലാം വരിക. ആ വശത്താണ് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ തോന്നുന്നു അല്ലേ? അപസ്മാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്തൊരു അസുഖം എന്നുള്ളൊരു ഭയം. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അപസ്മാരമുള്ളവർ പലരും വീടിനകത്തായിരിക്കും. ഇവർക്ക് ഒരു സമൂഹത്തിൽ അവർ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനോ ഇടപഴകാനോ, കാരണം ഇത് ചെറുപ്പത്തിലെ അവരെ വീടിനുള്ളിൽ നിന്ന് പുറത്തിറക്കില്ല പല കാരണങ്ങൾ കൊണ്ട്. ഇതിനൊരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെയധികം സോഷ്യൽ സ്റ്റിഗ്മ ഉള്ള ഒരു രോഗം തന്നെയാണ് അപസ്മാരം. പൂർവ്വകാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഭൂതബാധ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണെന്ന് പണ്ട് വിശ്വസിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ രോഗികളെ സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റി നിർത്തുന്ന ഒരു രീതി പണ്ട് മുതൽക്കേ ഈ നാട്ടിൽ നിലവിലിരുന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ സോക്രട്ടീസ്, ജൂലിയസ് സീസർ, പിന്നെ പ്ലേറ്റോ, അങ്ങനെ അനേകം മഹാരഥന്മാർ ഈ രോഗത്തിന് അടിമകളായിരുന്നിട്ടും അവയെല്ലാം അതിജീവിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. ഇന്നും നമ്മുടെ അറിയപ്പെടുന്ന പല വ്യക്തികളും ഈ രോഗത്തിന് പൂർണ്ണമായ ചികിത്സ സ്വീകരിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ അസുഖത്തെപ്പറ്റി നിലവിലുള്ള പലതും വെറും മിഥ്യാധാരണകൾ മാത്രമാണ്. അത് സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയാണ് ഈ ഒരു മീറ്റിങ്ങിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് ചെറിയ ചെറിയ ശ്രമങ്ങൾ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ പറഞ്ഞോളൂ ഡോക്ടറോട്. എന്റെ മകന് ഒരു 19 വയസ്സുള്ളപ്പോൾ അവന് അപസ്മാരം സ്റ്റാർട്ട് ചെയ്തു. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 28 വയസ്സുണ്ട്. 4 വർഷം കഴിക്കണമെന്നാ പറഞ്ഞ, വീണ്ടും ഉണ്ടായി. അതിന് പൂർണ്ണമായിട്ട് ക്യൂർ ആകുമോ അതോ ഇങ്ങനെ ലൈഫ് ലോങ് കഴിച്ചുകൊണ്ടിരിക്കണം? 19 വയസ്സിൽ ആരംഭിച്ചു. പിന്നീട് മരുന്ന് 4 വർഷം കൊടുത്തതിന് ശേഷം മരുന്ന് കുറച്ചപ്പോൾ വീണ്ടും അപസ്മാരബാധ ഉണ്ടായോ? അങ്ങനെയുള്ള രോഗികളിൽ, ഈ അപസ്മാരം ഉണ്ടാകുന്ന രോഗികളിൽ 2 തരം രോഗികളുണ്ട്. ചില ആൾക്കാർക്ക് മസ്തിഷ്കത്തിൽ ചില ക്ഷതങ്ങളോ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റലായിട്ടുള്ള വ്യത്യാസങ്ങളോ ഉണ്ടായതിൻ്റെ ഫലമായി അവരിൽ റെക്കറൻ്റായിട്ട്, അതായത് വീണ്ടും വീണ്ടും അപസ്മാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കുന്നതായിട്ട് കാണാം. ഈ ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ മകനെന്ന് മനസ്സിലാക്കുന്നു. കാര്യം മരുന്ന് കുറച്ചപ്പോൾ വീണ്ടും അതിനുള്ള ടെൻഡൻസി ഉണ്ടാകുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ വളരെ കാലം മരുന്ന് കൊടുക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ ആവശ്യമുള്ള രോഗികൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ കൊടുക്കാവുന്ന മരുന്നുകൾ തീർച്ചയായും ഇന്ന് നിലവിലുണ്ട്. അവർക്ക് ആ മരുന്ന് കൊടുക്കുക തന്നെ വേണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ശരി. ഹലോ നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ കേൾക്കാം. പറഞ്ഞോളൂ. എനിക്ക് 22 വർഷം കൊണ്ട് അപസ്മാരത്തിന്റെ അസുഖമുണ്ട്. ഞാൻ ഇപ്പോൾ കഴിക്കുന്ന എൻകോറേറ്റ് ഗുളികയാണ്. ശരി. ആദ്യം സോഡിയം വാൾപ്പേറ്റ് ആയിരുന്നു കഴിച്ചിരുന്നത്. ശരി, പറഞ്ഞോളൂ. എൻകോറേറ്റ് 1 വീതം കഴിക്കുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ എനിക്ക് 43 വയസ്സുണ്ട്. ഇപ്പൊ സംശയം ഈ മരുന്ന് തന്നെ കഴിച്ചു പോയാൽ മതിയോ? എന്താണ് സംശയം എന്നൊന്ന് പറയോ? സംശയം എന്ന് വെച്ചാൽ എനിക്ക് 17 വർഷം കൊണ്ട് ഇപ്പൊ ഈ രോഗം ഉണ്ടാവുന്നില്ല. എനിക്ക് 15 വയസ്സുള്ളൊരു മോളുണ്ട്. ഇദ്ദേഹത്തിന് ഈ കാലയളവിൽ ഒന്നും അസുഖം ഉണ്ടായിട്ടില്ലേ? ഇല്ല, ഇപ്പൊ 17 വർഷം കൊണ്ട് ഈ അസുഖം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റീ ഇവാലുവേഷൻ ആവശ്യമുണ്ട്. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് മടങ്ങിച്ചെന്ന് EEG എന്ന ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുകയും നേരത്തെ MRI സ്കാൻ ചെയ്തതിൽ തകരാറില്ലാത്ത ഒരു വ്യക്തിയുമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മരുന്ന് കുറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ നിലവിലുണ്ട്. തീർച്ചയായിട്ടും രോഗമില്ലാത്ത സ്ഥിതിയിൽ തീർച്ചയായും അതിന് ഒരു പ്ലേസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു റീ ഇവാലുവേഷൻ ചെയ്യുവാൻ വേണ്ടി ഡോക്ടറുടെ അടുത്തേക്ക് തിരിച്ചു വരേണ്ടതാണ്. ഇവിടെയും ഈ അസുഖത്തിനോടുള്ള ഒരു ഭയം തന്നെയാണ് ഒരു പ്രശ്നമാകുന്നതെന്ന് തോന്നുന്നു അല്ലെ? കൃത്യമായിട്ട് മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ മരുന്ന് വേണ്ട സമയത്ത് നിർത്തുകയൊക്കെ ചെയ്യാം അല്ലെ? തീർച്ചയായിട്ടും ചെയ്യാം. അങ്ങനെ അനേകം രോഗികൾക്ക് നമ്മൾ മരുന്ന് കുറയ്ക്കുകയും അവരെ സീഷർ ഫ്രീ, അതായത് ഈ അപസ്മാരം ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ചെറുപ്പത്തിലെ ജന്മനാലൊക്കെ അപസ്മാരം ഉള്ളവരുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയുക അവരെ? എപ്പോൾ മുതൽ തുടങ്ങുന്നു? കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പനി വന്നാൽ ഒരു ഫിറ്റ്സ് വരുന്നു, അപ്പോഴേക്കും ഇത് അപസ്മാരമാണോ എന്ന് ഭയക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഈ ലക്ഷണങ്ങളിലുള്ള വ്യത്യാസം? ഈ പനിയോട് കൂടി വരുന്ന അപസ്മാരം ഫെബ്രൈൽ ഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്.
ഇത് ചില പ്രത്യേക പ്രായത്തിൽ, അതായത് ഒരു 6 മാസത്തിന് ശേഷം ആണ് സാധാരണ കാണപ്പെടുന്നത്. ഇത് ഒരു ജനറലൈസ്ഡ് എന്ന് പറയുന്നത്, അതായത് 2 കൈയും കാലും എല്ലാം ഒരുപോലെ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഇത്തരം ഫിറ്റ്സ് കാണപ്പെടുക. സാധാരണഗതിയിൽ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമേ ഇത്തരം ഫിറ്റ്സ് നിലനിൽക്കാറുള്ളൂ. 24 മണിക്കൂറിനുള്ളിൽ ഒരു പ്രാവശ്യമൊക്കെ സാധാരണ ഇത്തരം ഫിറ്റ്സ് കാണപ്പെടാറുള്ളൂ. അങ്ങനെ രോഗലക്ഷണങ്ങൾ വെച്ച് തന്നെ ഇത് എന്ത് തരം ഫിറ്റ്സ് ആണ് എന്ന് ആദ്യം ഡോക്ടർ വിവേചിച്ചറിയും. അതിനുശേഷം ഒരു കംപ്ലീറ്റ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ അത് ചെയ്തതിന് ശേഷം EEG, സ്കാൻ, ബ്ലഡ് ടെസ്റ്റുകൾ എന്നീ ടെസ്റ്റുകളിൽ കൂടി ഇത് കൃത്യമായി എന്ത് തരത്തിലുള്ള അപസ്മാരമാണ് എന്ന് കണ്ടുപിടിക്കണം. അതിനെ ബേസ് ചെയ്ത് മാത്രമേ നമ്മൾ മരുന്ന് എത്ര കാലം വേണം എന്ന് തീരുമാനിക്കുകയുള്ളൂ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ശരി. ഹലോ. സാറേ, ചോദിച്ചോളൂ. ഞാൻ കോതമംഗലം നെല്ലിക്കുഴി നിവാസിയാണ്. എന്റെ ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ 9 വയസ്സുള്ള കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവനൊരു സ്വപ്നം പോലെ തോന്നുക. കുറച്ച് അല്പനേരം 1-2 സെക്കൻഡൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ മാറും എന്നാണ് ഇന്നലെ കൂടി എന്നോട് പറഞ്ഞത്. ഇപ്പൊ 3-4 പ്രാവശ്യം അത് എന്നോട് പറഞ്ഞു. അപ്പൊ ഡോക്ടറെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പൊ അതിനൊരു മറുപടി കിട്ടുമായിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഫിറ്റ്സിൻ്റെ ലക്ഷണമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഒരു ഡ്രീമി സ്റ്റേറ്റിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ചും ടെമ്പറൽ ദലം എന്ന് പറയും, അത് ടെമ്പറൽ ലോബിൽ ചില കറണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ഉദാഹരണത്തിന് ഇല്ലാത്ത കാഴ്ചകൾ കാണുക, പ്രത്യേക വെളിച്ചം കാണുക, ഇല്ലാത്ത ശബ്ദം കേൾക്കുന്നത് പോലെയുള്ള പ്രതീതി ഉണ്ടാകുക, അതുപോലെ അനുഭവങ്ങളിലെ വ്യത്യാസം, പെട്ടെന്നുള്ള ദുഃഖം, വയറ്റിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്നതായ അനുഭവം, അതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ കുറച്ച് സമയം ഈ അന്തരീക്ഷത്തിൽ നമ്മൾ മാറ്റപ്പെടുന്നതായ ഒരവസ്ഥ, പരിചിതമായ സാഹചര്യങ്ങൾ അപരിചിതമാണെന്ന് അനുഭവപ്പെടുക, മറിച്ചും അനുഭവപ്പെടുക. ഇങ്ങനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ മനുഷ്യ മസ്തിഷ്കം എന്ന് പറയുന്നത് ഒരുപാട് ഫങ്ഷനുള്ള ഒരു അവയവമാണ്. അതിനൊരു രോഗം വരുമ്പോൾ പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ്, പല രീതിയിലുള്ള അപസ്മാര ലക്ഷണങ്ങളാണ് ഉണ്ടാകുക. തീർച്ചയായിട്ടും ഇത് ഈ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും ഒരു EEG ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഇടുക്കിയിലെ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നായിരുന്നേ. ഇത് പിന്നെ എന്റെ മോൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. മോള് പിന്നെ ഈ തലച്ചോറ് സംബന്ധ അസുഖത്താൽ ഇങ്ങനെ പിന്നെ 26 വയസ്സുണ്ട്. ആളിന് വലിപ്പക്കുറവാണ്, ഒരു കൊച്ചുകുട്ടിയുടെ വലിപ്പമേ ഉള്ളൂ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഇപ്പൊ എന്താ സംശയം? ഇപ്പൊ സംശയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 20 വർഷം മുമ്പ് മോൾക്കൊരു വിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പനി ഉണ്ടായിരുന്നു. പനി ഉണ്ടാകുന്ന സമയത്താണ് ഈ വിറ്റ്സ് ഉണ്ടായത്. അത് കഴിഞ്ഞ് നമ്മള് പനി വരാതെ നമ്മള് പിന്നെ അടുത്ത ഒരു 2 മാസം മുമ്പ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഡോക്ടർ പിന്നെ ഗുളികയൊക്കെ തന്ന് ഗുളിക ഇപ്പൊ നിലവിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തോളം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റ് ഈ രോഗിയെ പരിഹരിക്കുമ്പോൾ അങ്ങോട്ടൊന്നും മാറാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇത് നമ്മൾ എത്ര കാലത്തിന് ഈ മരുന്ന് കഴിക്കേണ്ടി വരുമായിരിക്കും എന്നറിയാൻ വേണ്ടിയായിരുന്നു. രണ്ടാമത്തെ ഒരു ഫിറ്റ്സ് വന്നപ്പോൾ EEG ഒക്കെ എടുത്ത് നോക്കിയിരുന്നോ ഡോക്ടർ? നോക്കിയിരുന്നു. അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അതെ, ഇപ്പൊ മേലാതെ കിടക്കുന്നതുകൊണ്ട് ഈ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള രോഗികളിൽ ഫിറ്റ്സിനുള്ള സാധ്യത കൂടുതലുള്ള രോഗികളാണ്. തലച്ചോറിൻ്റെ ശരിയായ ഡെവലപ്മെൻറ്റ് നടക്കാത്തതോ അല്ലെങ്കിൽ ക്ഷതം പറ്റിയതോ ആയ കുട്ടികളിൽ അവർ പ്രായമായി വരുമ്പോഴും അവർക്ക് ഫിറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യം പനിയോടുകൂടി വന്ന ഫിറ്റ്സിന് ശേഷം രണ്ടാമത് ഒരു ഫിറ്റ്സും കൂടി ഉണ്ടായല്ലോ. ആ സ്ഥിതിക്ക് തീർച്ചയായും ഇവാലുവേഷനിൽ ഡോക്ടർ എന്തെങ്കിലും അബ്നോർമലായിട്ടുള്ള ഇലക്ട്രിക് കറൻസ് കണ്ടതിന് ഫലമായിട്ടായിരിക്കണം മരുന്ന് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഈ രോഗിക്ക് 2 അല്ലെങ്കിൽ 3 വർഷത്തേക്ക് മരുന്ന് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനുശേഷമേ നമുക്ക് വീണ്ടും ഇവാലുവേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടറില്ലേ? മാഡം, ഞാൻ എന്റെ ഉമ്മയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. നാദാകരത്ത് ഇസ്മായിലാണ് വിളിക്കുന്നത്. പിന്നെ ഇപ്പോ 1 വർഷമായി വന്നിട്ട്. അപ്പൊ ഈ അവസ്മാരം വരുന്നതിന്റെ സ്വല്പം മുൻപ് ഒരു വാലേഷന് ഭയങ്കരമായിട്ട് സംസാരിക്കും, ഇങ്ങനെ കരയൊക്കെ ചെയ്യും, ഒരുപാട് ശബ്ദമൊക്കെ ഉണ്ടാക്കും. പിന്നെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു
ഒരു 15-20 മിനിറ്റ് നേരം അവസ്മാരമായിട്ട് തന്നെ വരും. ഇങ്ങനെ പഠിച്ച് കുറെ നേരം ഇങ്ങനെ പിന്നെ വൈബ്രേഷനായി ഇങ്ങനെ പിടിച്ച് കിടത്തിയൊക്കെ ചെയ്ത് ആക്കിക്കൊള്ളും. പിന്നെ അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബേബി ഹോസ്പിറ്റലിൽ കാണിക്കുകയൊക്കെ ചെയ്ത് അവർ MRI ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, എക്കോ ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് പ്രീവ എന്ന് പറഞ്ഞിട്ട് ഒരു ഗുളിക വന്നിട്ടുണ്ട് ഡോക്ടർ. പിന്നെ ലാമിറ്റോൺ BP50 എന്നിട്ട് വേറൊരു ഗുളിക വന്നിട്ടുണ്ട്. പിന്നെ ടെൽവാസ് 40 അങ്ങനെ 3 തരം ഗുളികകൾ തന്നിട്ടുണ്ട് മാഡം. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇപ്പൊ ഓരോ മാസം കൂടുമ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ അത് ഈ ഗുളിക സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞ് വീണ്ടും കറക്റ്റ് ആയിട്ട് 25 ദിവസം 1 മാസത്തിനിടക്ക് വീണ്ടും വരുന്നുണ്ട് ഈ പ്രശ്നം. വലത് കൈയും വലത് കാലും ഇങ്ങനെ വളഞ്ഞിരിക്കും ഈ അവസ്മാരം വരുന്ന സമയത്ത്. ഡോക്ടർ, ഇതിന്റെ ഒരു പരിഹാരം എന്താണെന്ന്? ഇത് ഒരു ഫോക്കൽ എപ്പിലെപ്സി എന്ന് പറയും. തലച്ചോറിന്റെ ഒരു ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന വൈദ്യുത തരംഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ടൈപ്പ് ഓഫ് എപ്പിലെപ്സിയാണ് ഇത്. മിക്കവാറും പ്രായം കൂടിയ വ്യക്തികളിൽ തലച്ചോറിൽ രക്തചംക്രമണത്തിന് കേടുപാട് തട്ടുകയും അതിന് ഫലമായി സ്ട്രോക്ക് പോലത്തെ ചെറിയ അവസ്ഥകൾ ഉണ്ടായതിന് ഫലമായിട്ട് ഫിറ്റ്സ് ഉണ്ടാകുന്ന ചില രോഗികളിലെ ലക്ഷണങ്ങളാണ് ഇദ്ദേഹം വിവരിച്ചത്. മരുന്നുകൾ കേൾക്കുമ്പോഴും രക്തചംക്രമണം ഇംപ്രൂവ് ചെയ്യുവാനുള്ള മരുന്നുകൾ ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഏറ്റവും ലോവസ്റ്റ് ഡോസിലാണ് മരുന്നുകൾ ആരംഭിക്കുക. കൃത്യമായ മരുന്ന് അപസ്മാരത്തിൻ്റെ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. മരുന്ന് മുടങ്ങാറുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒരു ദിവസത്തിൽ എത്ര നേരമാണ് ഈ ഗുളിക കൊടുക്കുവാൻ പറഞ്ഞിരിക്കുന്നത്, പറയാമോ? ഗുളിക 2 പ്രാവശ്യം കൊടുക്കാൻ പറ്റും, രാവിലെയും രാത്രി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മരുന്ന് കൃത്യമായി അമ്മ കഴിക്കുമോ? അമ്മ കൃത്യമായിട്ട് ചില സമയത്തൊക്കെ പിന്നെ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ പ്രായമായത് കൊണ്ട് ചിലപ്പോൾ കഴിക്കാൻ ചിലപ്പോൾ മ്യൂകതയൊക്കെ കാണിക്കാറുണ്ട്. 5 തരം ഗുളികകളുണ്ടല്ലോ മാഡം, അതുകൊണ്ട് കൂടുതലായിട്ട് ടയേർഡായി പോകും, ക്ഷീണവും കൂടുതലാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ ചിലപ്പോ ഒന്നൊക്കെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. അത് അവിടെ തന്നെയാണ് നമുക്ക് പ്രശ്നം പറ്റിയിരിക്കുന്നത്. ഇത് മരുന്നിന്റെ ഒരു ലോവർ ഡോസ് മാത്രമാണ്. ഈ ഡോസിൽ തീർച്ചയായും കൃത്യസമയത്ത് രോഗിക്ക് മരുന്ന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ആ രീതിയിൽ നിങ്ങൾ കൊടുത്തിട്ടോ അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് തിരിച്ച് മടങ്ങിയെത്തണം. അപ്പോൾ നിങ്ങളുടെ രോഗത്തിൻ്റെ തോതിനനുസൃതമായി ഡോക്ടർ മരുന്നിൻ്റെ ഡോസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാകാത്ത രീതിയിൽ ആയിത്തീരുമെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മരുന്ന് കൃത്യമാക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് ഇങ്ങനെ കൃത്യമായി കൊടുക്കുമ്പോഴും അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലുക. ഓക്കെ ഡോക്ടർ, ഈ സ്ത്രീകളും അപസ്മാരവുമായിട്ടുള്ള ഒരു ബന്ധം, അതായത് 2 കൂട്ടരിലും ഉണ്ടാകുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് വരുമ്പോൾ കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ടോ, അതോ നമ്മൾ അതിനെ അങ്ങനെ കാണുന്നതാണോ? അപസ്മാരം സ്ത്രീകളിലും പുരുഷന്മാരിലും 2 കൂട്ടരിലും കാണപ്പെടുന്ന ഒരു രോഗമാണ്. എന്നാൽ സ്ത്രീകൾ പ്രകൃതിയാൽ തന്നെ പല സ്റ്റേജുകളിൽ കൂടി കടന്നു പോകുന്നു. ഒരു മാസത്തിൽ തന്നെ അവളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ തോതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചില സാഹചര്യങ്ങൾ പ്രൊജസ്ട്രോൺ കൂടുതലായിരിക്കും, ചില സമയത്ത് ഈസ്ട്രജൻ കൂടുതലായിരിക്കും. ഇങ്ങനെ ഹോർമോണുകളിലുള്ള വ്യത്യാസം കൊണ്ട് ആർത്തവത്തിനോട് അടുപ്പിച്ചുള്ള സമയങ്ങളിൽ ഈ ഫിറ്റ്സ് വരുവാനുള്ള സാധ്യത അധികമായി കാണപ്പെടാറുണ്ട്. ഇനി രണ്ടാമത്, സമൂഹം എപ്പോഴും സ്ത്രീക്ക് വരുന്ന രോഗങ്ങളെ കുറച്ചുകൂടി കാഠിന്യമുള്ളതായിട്ട് കാണുന്നതായും കാണാം. പൊതുവെ വിവാഹം എന്നുള്ള കാര്യങ്ങളിലേക്ക് അടുത്ത് വരുമ്പോൾ ഈ അപസ്മാരം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ട്. ഒരു 1980കളിൽ വരെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോലും അപസ്മാര രോഗികൾക്ക് വിവാഹം ചെയ്യുവാൻ വരെ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന ഒരു ലോകത്താണ് വർഷങ്ങൾ അല്പമേ ഇപ്പോഴും കഴിഞ്ഞു വന്നിട്ടുള്ളൂ. അപ്പോൾ വിവാഹ ജീവിതത്തിൽ നിന്ന് വരെ വിലക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്തിടെ വരെ ഈ ലോകത്ത് നിലവിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗർഭകാലത്ത് ഈ രോഗം അമ്മയ്ക്കുണ്ടാകുകയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെയും അത് തീർച്ചയായിട്ടും ബാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ ഗുളികകൾ ഉപയോഗിക്കുമ്പോൾ അത് രക്തത്തിൽ കലരുകയും അത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുകയും ചെയ്യാം. ഇങ്ങനെ സ്ത്രീകളും അപസ്മാരവും തമ്മിലുള്ള ബന്ധം വളരെ വളരെ തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. എന്റെ പേര് സുരേഷ് എന്നാണ്. എനിക്ക് 55 വയസ്സുണ്ട്. എനിക്ക് കുട്ടിക്കാലത്ത് കുഞ്ഞായിരിക്കുമ്പോ ഫിറ്റ്സ് വന്നിട്ടുണ്ട്. 1-2 പ്രാവശ്യം പനി വന്നിട്ട് ഫീവർ വന്നിട്ട് ഇച്ചിരി കൂടിയിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് അമ്മ പറഞ്ഞറിയാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുമ്പോ ആ സമയത്ത് ഇച്ചിരി ഉഴപ്പിൽ നടന്നിട്ട് ഫൈനൽ സ്റ്റേജിൽ ഞാൻ കണ്ടമാനം വർക്ക് ചെയ്യുന്ന ഒരാളാണ്.
അന്നേരം ഉറക്കൊളിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കൊളിച്ചു. അപ്പൊ അതിന് അന്ന് എന്റെ ഒരു ഫ്രണ്ട് ഈ ഡെക്സെട്രിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ടാബ്ലറ്റ് മേടിച്ച് ഉപയോഗിക്കുന്ന കണ്ട് അത് കണ്ടിട്ട് ഞാൻ ഉപയോഗിച്ചു. എന്ത് മരുന്നാ ഉപയോഗിച്ചത് ഒന്നുകൂടെ പറയാമോ? ഡെക്സെട്രിൻ. ഒന്നുകൂടെ പറയാ, അത് വ്യക്തമായില്ല. ഡെക്സെട്രിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്. അത് ആക്ച്വലി അന്ന് ആ സമയത്ത് അത് ശരിക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതല്ല അല്ലേ? നോ ഡോക്ടർ, ആരും പ്രിസ്ക്രൈബ് ചെയ്തതല്ല. അത് ഫ്രണ്ട് സർക്കിളില് ആക്ച്വലി ഇങ്ങനെ ഉറക്കം വിളിക്കാൻ വേണ്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം വിളിച്ചിരുന്നിട്ട് പഠിക്കുമായിരുന്നു. എന്നിട്ട് എന്താ പറ്റിയത്? എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എനിക്ക് എക്സാം പോലും എഴുതാൻ കഴിഞ്ഞില്ല. 6 പ്രാവശ്യം ഫിക്സ് വന്നു എക്സാം ഡേയില്. അത് ഫുൾ സ്ട്രെസ്സും പ്രഷറും ഈ മെഡിസിന്റെ ആഫ്റ്റർ എഫക്റ്റുമായിട്ട്. ഇപ്പൊ ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണോ സംശയം, അതോ ഇപ്പൊ വേറെ എന്തെങ്കിലും പ്രശ്നം? ഇല്ല, ഞാൻ എന്റെ ഒന്ന് ചുരുക്കി ചോദിക്കാമോ? ചുരുക്കി ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മാവന്റെ ഡോക്ടറാണ്. ഡോക്ടറെ പറഞ്ഞോളൂ. സോറി, അമ്മാവന്റെ വേറൊരു ഡോക്ടറെ പീഡിയാട്രിക്, അന്നത്തെ പീഡിയാട്രിക് എപ്പിലെപ്സി നോക്കുന്ന ഡോക്ടറെ കാണിച്ചു. അന്ന് ഫിനോയുടെ 30 mg രാവിലെ 1 രാത്രി 1, പിന്നെ അങ്ങനെ കുറച്ച് വന്നു. അന്നേരം ചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തുകൊണ്ടായിരുന്നതിന്റെ പേരിൽ അവർ ഈ സെമിനാറൊക്കെ വിളിക്കുമായിരുന്നു. സെമിനാറിന് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. അത് എല്ലാ ആക്ടിവിറ്റീസിലും. പിന്നെ ഫിസിക്കലിയും ഒരു പ്രശ്നമില്ല. അപ്പൊ അന്നേരം അങ്ങനെ ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോ പുറത്തുനിന്നുള്ള ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവര് എന്നെ അന്ന് എല്ലാം ചെയ്തു. അവര് എല്ലാം ഈ മെഡിസിൻസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഓൾ ഓഫ് ഇറ്റ്. ഇപ്പൊ എന്താണ് അവസ്ഥ ചേട്ടന്? ഇപ്പൊ വരാറുണ്ടോ ഫിറ്റ്സ്? ഇല്ല, ഇപ്പൊ അതിനുശേഷം ഇടയ്ക്ക് ഒരു പ്രാവശ്യം. ഡോക്ടർ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പൊതുവെ അതിന്റെ ഒരു കാരണം ഡോക്ടർക്ക് പറയാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പനിയോടുകൂടി ഫിറ്റ്സ് വന്നത് തന്നെ ഒരു ഫിറ്റ്സിനേക്കുള്ള ഒരു ചായ്വ് രോഗിക്ക് ഉള്ളത് ആണ് കാണിക്കുന്നത്. പിന്നീട് രണ്ടാമത് ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഉറക്കം ഇളയ്ക്കുന്നത്, മദ്യപാനം, അമിതമായി മദ്യം ഉപയോഗിക്കുക, മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് നിർത്തുക, അതുപോലെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന ചിലതരം മരുന്നുകൾ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഫിറ്റ്സ് രണ്ടാമത് വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹം ഉപയോഗിച്ച മരുന്നും ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചതും പിന്നെ തലച്ചോറിന് പൊതുവെയുള്ള ഈ എപ്പിലെപ്സിക്കുള്ള ആ ഒരു ചായ്വും ഈ കാര്യങ്ങളെല്ലാം കൂടി ഒത്തുചേർന്ന് വന്നതായിരിക്കാം രണ്ടാമത് ഇദ്ദേഹത്തിന് അടിക്കടി ഫിറ്റ്സ് ഉണ്ടാകുവാനുള്ള കാരണം. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. അപസ്മാരത്തിൻ്റെ കാര്യത്തിൽ പ്രഥമ ശുശ്രൂഷ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണല്ലോ. പെട്ടെന്ന് തന്നെ പ്രഥമ ശുശ്രൂഷ എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു രോഗി അപസ്മാരത്തിന് അസുഖമുണ്ടാകുന്നതായി നിങ്ങൾ കണ്ടാൽ ഏറ്റവും അടുത്ത് ഉള്ള സുരക്ഷിതമായൊരു മേഖലയിലേക്ക്, ഉദാഹരണത്തിന് തീയുടെ അടുത്തോ വെള്ളത്തിനടുത്തോ മറ്റോ രോഗി നിൽക്കുകയാണെങ്കിൽ, മെഷീനറിക്ക് അടുത്ത് നിൽക്കുകയാണെങ്കിൽ അപകടമില്ലാത്തൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് രോഗിയെ മാറ്റുക. അതിനുശേഷം തല ചരിച്ചു പിടിക്കുക, വായിൽ നിന്ന് ഉമിനീർ ഒലിച്ച് വെളിയിലേക്ക് പോകുവാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതിനുശേഷം കഴുത്തിൽ കോളറോ എന്തെങ്കിലും വസ്ത്രങ്ങളോ ടൈറ്റായി കിടപ്പുണ്ടെങ്കിൽ അത് ഒന്ന് അയച്ചു കൊടുത്ത് നല്ല ശ്വസനം കിട്ടത്തക്ക രീതിയിൽ ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റി ഒരു നല്ല ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. വായിലൊന്നും തന്നെ വെച്ച് കൊടുക്കാൻ പാടില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രോഗിയെ അമർത്തി പിടിക്കുവാനും പ്രസ് ചെയ്യാനും ഒന്നും ശ്രമിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് രോഗി സേഫായി കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം തരത്തിലുള്ള ചലനങ്ങളാണ് രോഗിക്ക് ഉണ്ടാകുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നിവ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിച്ച് ഒരു ദൃക്സാക്ഷി വിവരണം ഡോക്ടർക്ക് നൽകിയാൽ ഈ രോഗത്തിൻ്റെ ഡയഗ്നോസിസിന് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു വിവരണമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയാകും. ഡോക്ടർ, ഈ താക്കോല് വെച്ച് കൊടുക്കുന്ന കണ്ടുണ്ട് പണ്ടുള്ളവർ, അതായത് എന്തെങ്കിലും മെറ്റൽ കൊടുത്താൽ മതിയെന്ന്. അത് ശരിക്കും യഥാർത്ഥത്തിൽ ഇത് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും അടിത്തറയുണ്ടോ? ഈ താക്കോൽ ചികിത്സയ്ക്ക് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. താക്കോൽ എടുക്കാൻ ഓടുന്നതിന് പകരം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ പ്രാഥമികമായ ഈ ശുശ്രൂഷകളാണ് രോഗിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്.
പിന്നീട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അപസ്മാരം ഒരു 2 മിനിറ്റിനകം ഏറെക്കുറെ 95% ആൾക്കാരിൽ അത് തനിയെ മാറിക്കൊള്ളും. അപ്പോൾ ആ ക്രെഡിറ്റ് ആക്ച്വലി താക്കോല് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലേ? ഡോക്ടർ, ശരിക്കും പറഞ്ഞാൽ അപസ്മാരത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ സമയം വളരെ പരിമിതമായി പോയി. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.